നിവിൻ ശക്തമായിട്ട് തിരിച്ചു വരും. നിവിനാണല്ലോ തിരിച്ചു വരും. എത്ര നാളായില്ലേ നിവിൻ പോളിയൊക്കെ പറ്റി പറഞ്ഞിട്ട്. എനിക്ക് വളരെ സന്തോഷം. ബിക്കോസ് ഐ ലവ് ദാറ്റ് ഗായ് മാൻ. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ടൈമായി. എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാണ് സാറേ. നല്ല രസമുണ്ട്. നല്ല ചിരിച്ച് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയ പടമാണ്. മനസ്സ് നിറഞ്ഞു. കാരണം നമ്മൾ കുറെ കാലമായി മിസ് ചെയ്തിരുന്നൊരു ഞീമ്പുളി ഉണ്ടല്ലേ, മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഞീമ്പുളി, അതിവിടെ കിട്ടി. വിശ്വാസം വരണില്ലല്ലേ? ഞാൻ കുറെ നാളായിട്ട് കാത്തിരുന്ന ഒരു കംബാക്ക് ആണ് പുള്ളിയുടേത്. ആൻഡ് with this movie I feel he is definitely back. ഇമോഷൻസ്, ഹ്യൂമർ, അജു നിവിൻ കോംബോ എല്ലാം വർക്ക്. ഇത് ഫാമിലിക്കുള്ള നിവിൻ പോളിയുടെ സർപ്രൈസ് ആണ്. സൂപ്പർ അടിപൊളി പടം. എല്ലാം എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. അടിപൊളി ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അങ്ങേയറ്റം ഫീൽ ഗുഡ് ആണ്. ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയി. പഴയ നിവിന്റെ കുറെ മാനറിസവും നമുക്ക് മറ്റേ ക്രിഞ്ച് അടിപ്പിക്കാതെ മറ്റേ ബോറടിപ്പിക്കാതെ പണ്ടത്തെ ഒരു എന്റർടൈനർ നിവിൻ ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിവിൻ പോളിയുടെ നല്ല ഒരു കംബാക്ക് ആഗ്രഹിച്ച പ്രേക്ഷകർക്ക് നിവിൻ പോളി കിട്ടിയൊരു ഫീൽ ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ, വെരി ലൈറ്റ് ഹാർട്ടഡ്, വെരി എന്താ പറയാ, ഒരു ക്യൂട്ട് പൂക്കി എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനത്തെ ഒരു പടം. ഈ തിരിച്ചുവരവിന്നൊരു തിരിച്ചുപോക്കുണ്ടാവരുത്. There is no going back from this comeback. അത്രേ ഉള്ളൂ. നീ ഒരു തിരിച്ചുവരവ് മോനാണ് മോനെ. തിരിച്ചു വരവ് മോൻ കൊള്ളാം. നിവിൻ പോളി അറ്റ് ഹിസ് ബെസ്റ്റ് ആണ്. നിവിൻ പോളിയുടെ ഏറ്റവും സേഫ് സോണായ അവിടെ കയറിയാണ് നിവിൻ പോളി കളിക്കുന്നത്. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? അവരുടെ ആ കോംബോ, അജു വർഗീസും നീമ്പോളിയായിട്ടുള്ള കോംബോയും ഒക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. സന്തുഷ്ടനാണ്. നാളെ പറ്റിയ നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റി. ഒന്നല്ലടാ 9 പ്രാവശ്യം കാണണം. ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നാച്ചുറൽ ആയിട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് ടു പുൾ ഓഫ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് നടത്തണം. ഇത് വലിയ വലിയ മാസ് മസാല സാധനങ്ങളൊന്നും ചെയ്യുന്നു വേണ്ട. ഇപ്പൊ മനസ്സിലായോ ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് 3 അടി മുന്നോട്ട് ചാടാനായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഒരു അപ്പുറത്തെ വീട്ടിലെ പയ്യൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള മലയാളികൾക്ക് ഇഷ്ടമുള്ള ആ ഒരു നിവിനെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നൊരു പടം. ഉറപ്പൊണ്ണു പൊണ്ണാണ്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവരുടെ ഫാനായി മാറിയോന്ന് ചോദിച്ചാൽ പോലും അത്രയും നന്നായി ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി തുന്നി ഉണ്ടാക്കിയ പോലത്തെ ഒരു ക്യാരക്ടർ. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഇഷ്ടായി. സിനിമ കണ്ടവരാരും റിയയെ മറക്കില്ല. റിയ ചെയ്ത മായ അഥവാ ലെലുലു എന്ന കഥാപാത്രത്തെ ആരും മറക്കാനും സാധ്യതയില്ല. സംഭവം കാലക്കുണ്ട്. എല്ലാവർക്കും എന്നെ മതി. ആ കഥയും കഥാപാത്രങ്ങളും അവർ കടന്നു പോകുന്ന രസകരമായിട്ടുള്ള മൂമെന്റ്സ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുക, വീട്ടിൽ പോകും.